ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി കോക്കനട്ട് തിക്ക് ഷേക്കാണ്. സോ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു 1/4 കപ്പ് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. നമ്മളെപ്പോഴും ഈ ഒരു തിക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഐസ് താഴെ വേണം ഇടാനായിട്ട്. അപ്പോഴാണ് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് ഈസി ആവുക. ഓക്കെ, എന്നിട്ടിലേക്ക് ആ ഒരു ക്രീമിനെസ്സും കുറച്ച് മധുരവും കിട്ടാനായിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. സ്വീറ്റൻഡ് ആയിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. നമ്മൾ തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ്. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ചേർക്കാം. നമ്മളിതൊരു ചെറിയ കപ്പിലാണ് ഉണ്ടാക്കുന്നത്. സോ ഒരു 1/4 കപ്പ് ഐസും ബാക്കി ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഐസ് ചേർത്തിട്ട് ചെയ്യുന്ന തിക്ക് ഷേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യം ഒരു 2-3 തവണ മിക്സി പൾസ് ചെയ്യുക, ഓഫ് ചെയ്ത് നിൽക്കുക. പിന്നെ അതിന് ശേഷം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു വേണ്ട ടെക്സ്ചർ ആവുന്നത് വരെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ തിക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാണാം എത്രമാത്രം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത് ഞാൻ നോർമലി ഒരു കാരമൽ സിറപ്പ് വെച്ച് ചെയ്തിട്ടുള്ള ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ചേർത്തു. ഇതിന് ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ സൈഡിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അത് ബ്ലീഡ് ചെയ്ത് ആ ഒരു കളറ് നമ്മുടെ ഗ്ലാസ്സിനാവുകയും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും. അതിന് മുകളിലായിട്ട് ഇത്തിരി വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മൾ നോർമലി ഉണ്ടാകുന്നത് പോലെ ഏതെങ്കിലും ഒരു സോസും പിന്നെ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.